أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വലിയ സന്തോഷത്തിലും ആത്മീയമായ നിർവൃതിയിലുമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചുറ്റും ആളുകൾ പരസ്പരം പല രീതിയിലുള്ള പരിഭവങ്ങളും പരാതികളും പ്രതിസന്ധികളുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ സംസാരിക്കുന്നത് മാരാ രോഗങ്ങളെ പറ്റിയാണ്. മറ്റു ചില ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിഞ്ഞു പോകാത്ത ഒട്ടനവധി സഹോദരി സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബബന്ധം തകർന്നു തരിപ്പണമായി പരസ്പരം കണ്ടുമുട്ടിയിട്ടും മുഖതാവിൽ പുഞ്ചിരിക്കാൻ കഴിയാതെ, സലാം പറയാൻ കഴിയാതെ പിരിഞ്ഞു പോകുന്ന ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടും ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ചെയ്യുന്ന ജോലി ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേവലാതിയിൽ, ആശങ്കയിൽ നീറിപ്പുകഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരെയും നമുക്കിടയിൽ കണ്ടെത്താൻ സാധിക്കും. നിലപാട് തുറന്നു പറഞ്ഞതിൻ്റെയും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതിൻ്റെയും പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടി വന്ന ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള നാനാവിധ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ മുഴുവനും ചോദിക്കുന്ന ചോദ്യം ഇതിനുള്ള പരിഹാരമാർഗം എന്താണ് എന്നുള്ളതാണ്. എന്താണ് പരിഹാരമാർഗം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് മാനവരാശിയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവർക്ക് ഏറ്റവും എളുപ്പമായ ഒരു ജീവിത രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുമെന്ന. അപ്പോൾ നാം സൂചിപ്പിച്ച പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി കൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിഷയത്തെക്കുറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എന്നെ ഓർക്കുക, എങ്കിൽ ഞാനും നിങ്ങളെ ഓർക്കും. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഓർക്കാൻ തയ്യാറാണോ? നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, സങ്കടത്തിന്റെ ആഴക്കടലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഓർക്കും. മാത്രമല്ല, അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് അറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ സൃഷ്ടാവിനെ സദാസമയവും നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് വിശ്വാസികളായ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കുക? ആ നന്ദിയുടെ സൂചകമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവിലൂടെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ആ ഒരു കലിമത്തുകൾ. ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ് ഏറ്റവും വലിയവൻ. അവനല്ലാതെ ആരാധനക്കർഹനായി, നേർച്ച വഴിപാടുകൾക്കർഹനായി, സാഷ്ടാംഗം നമിക്കാൻ അർഹനായി മറ്റാരുമില്ല എന്ന പ്രഖ്യാപനമാണ് ആ നന്ദി സൂചകത്തിന്റെ വാചകമെന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് മാനവരാശിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകളെ അന്വർത്ഥമായി ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും
അതിലൂടെ അനുഭവിക്കേണ്ടി വന്ന എല്ലാവിധ ത്യാഗത്തിന്റെയും ക്ഷമയുടെയും ആത്മസമർപ്പണത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതമാണ് എന്നെയും നിങ്ങളെയും ത്വര്യപ്പെടുത്തുന്നത്. ആ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട്, ഏകനായ സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ പരിശുദ്ധ മക്ക പരിസരങ്ങളിൽ ഹജ്ജിന്റെ വ്യത്യസ്തമായ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ബലിപെരുന്നാളിൽ മനുഷ്യരായ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത്? നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി, സമാധാനത്തിന് വേണ്ടി കേഴുക എന്ന മനുഷ്യന്റെ പ്രതിസന്ധി. ഈ 2 പ്രതിസന്ധികളാണ് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യുണൈറ്റഡ് നേഷന്റെ കണക്ക് പ്രകാരം ലോകത്ത് 300 കോടി ജനങ്ങൾ യുദ്ധത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും അഭയാർത്ഥിത്വത്തിന്റെയും പട്ടിണിയുടെയും സാമ്പത്തികമായ പിരിമുറുക്കത്തിന്റെയും കുടുംബങ്ങളുടെ തകർച്ചയുടെയും മാനസികമായ സമ്മർദ്ദങ്ങളുടെയും പിടിയിലകപ്പെട്ടുകൊണ്ട് ഞെരുങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാണ് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത്? ഈ അടുത്ത കാലത്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ലോകത്ത് 33 കോടി ജനങ്ങൾ ഡിപ്രഷനിലായിക്കൊണ്ട് ജീവിക്കുന്നു, വിഷാദ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ അതിന് കാരണം? മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തതയാണ്, കുടുംബപരമായ പ്രശ്നങ്ങളാണ്, സാമൂഹികമായ അകൽച്ചകളും അകറ്റി നിർത്തലുകളുമാണ്, മയക്കുമരുന്നുകളും ലഹരിയുടെ ഉപയോഗങ്ങളും യുദ്ധം മൂലമുള്ള പ്രതിസന്ധികളും സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗങ്ങളും അതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ദിവസമല്ലേ 12 വയസ്സുകാരനായ ഒരു കുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിലാ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ജീവിക്കുന്ന 7-ൽ ഒരാൾ മാനസികമായ സംഘർഷങ്ങൾ കൊണ്ട് ഓരോ സെക്കൻഡിലും 40 പേര് വീതം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഓരോ സെക്കൻഡിലും മാനസികമായ സംഘർഷങ്ങൾ, ഡിപ്രഷനിലായി, അത് താങ്ങാൻ കഴിയാതെ, തരണം ചെയ്യാൻ കഴിയാതെ ആത്മഹത്യയെ വാരിപ്പുണരുന്നൊരവസ്ഥ ഇന്ന് മനുഷ്യൻ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഉദാത്തമായ മില്ലത്ത അബീക്കും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചര്യയെ, ആ കാഴ്ചപ്പാടുകളെ, നിലപാടുകളെ നമ്മുടെ ജീവിതത്തിലേക്കും കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഗസയും പലസ്തീനും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെല്ലാം യുദ്ധത്തിന്റെ പ്രയാസം, കെടുതിയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി ഏകദേശം 10:50 സമയത്താണ് ആളുകൾ പെരുന്നാളിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റുകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാട്ടാളന്മാരായ ഇസ്രായേലിന്റെ പട്ടാളക്കാർ അവിടേക്ക് വന്ന് ബോംബിട്ടത്. പിഞ്ചു പൈതലടക്കം 8 ആളുകളാണ് ആ ഓൺ സ്പോട്ടിൽ മരണത്തെ വാരിപ്പുണർന്നത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ എത്ര പ്രശ്നങ്ങൾ. ഇന്ന് ആഫ്രിക്കയിലേക്ക് പോയാൽ എബോള വൈറസിന്റെ പിടിയിലകപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം, ഏത് മരുന്ന് ഉപയോഗിക്കണം എന്ന് പോലും അറിയാത്ത പ്രതിസന്ധികളിലൂടെയാണ് അത്തരത്തിലുള്ള ആളുകൾ മുഴുവനും കടന്നു പോകുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ പറയപ്പെട്ട എല്ലാവിധ കാര്യങ്ങളെയും മറികടക്കാൻ
പരിശുദ്ധ ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രഖ്യാപനമായി കൊണ്ട് പഠിപ്പിക്കുന്നത് ഇന്നസ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എന്റെ പ്രാർത്ഥനയും എന്റെ ബലികർമ്മവും എന്റെ ആരാധനാ കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചവരാണോ? ആ പ്രഖ്യാപിച്ചതനുസരിച്ചുകൊണ്ട് കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. താൻ ഉൾക്കൊണ്ട ആദർശം സ്വന്തം ഉപ്പയോട് പറഞ്ഞു, കുടുംബത്തിനോട്, നാട്ടുകാരോട്, ആ നാട്ടിൽ ജീവിക്കുന്ന രാജാവിനോടൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ചുവന്നു തുടത്ത ഒട്ടകക്കൂട്ടങ്ങളെ പോലെ തീനാളങ്ങൾ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഇങ്ങനെ പറന്നുയരുന്ന ആ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അങ്ങനെ ആ വലിച്ചെറിയപ്പെടുമ്പോഴും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രഖ്യാപനം എന്താ? ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. ഏതൊരു പ്രതിസന്ധിയിലും, ഏതൊരു പ്രയാസത്തിലും, ഏതൊരു ആശങ്കയിലും ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എന്നെ സഹായിക്കുമെന്ന അടിയുറച്ച യഖീന്, അടിയുറച്ച തവക്കുൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഉണ്ടെങ്കിൽ, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, വേണ്ട, എന്റെ റബ്ബിന്റെ സഹായം എനിക്കുണ്ട് എന്ന്. ആ തീയിന് ചൂട് നൽകിയ റബ്ബ് ആ തീയിനോട് പറയുന്നു, നീ ഇബ്രാഹിമിന് സലാമത്തേകണം, സമാധാനം നൽകണം, ഇതോഷ്ണമായ ഒരവസ്ഥ ഇബ്രാഹിമിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആദർശ നിലപാടുകളിൽ കടുകട്ടി വ്യത്യാസമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ റബ്ബ് നമ്മളെ സഹായിക്കാൻ ഉണ്ട് സഹോദരങ്ങളെ. ആ ഒരു ചിന്തയാണ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം ആദർശം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അതിനനുസരിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെയും കൂടി അതിലേക്ക് പരിവർത്തനപ്പെടുത്തി എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറക്കം പറ്റാത്ത കുഞ്ഞു പൈതലായ ഇസ്മായിൽ അലൈഹിസ്സലാമയെയും ഹജറ റളിയല്ലാഹു അൻഹയെയും മനുഷ്യരില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, ഒരു പച്ചപ്പില്ലാത്ത, ഒരു വെള്ളമില്ലാത്ത മലമടക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചുട്ടുപൊള്ളുന്ന മണലാർണത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരാൻ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടേക്ക് ആക്കിയിട്ട് തിരിച്ചു വരുമ്പോ ഹാജറ ബിവിയെ പോലെയുള്ള ഒരു ഭാര്യയാകാൻ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? എന്താ ഹാജറ ബിവി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ചോദിക്കുന്ന ഫഖാലത്തിൽ? ആ സമയത്ത് ഹാജറ ബിവി ചോദിക്കുകയാണ്, അല്ലാഹു അല്ലദീ അമറക ബിഹാദാ, അല്ല ഇബ്രാഹിം, ഇത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? മനുഷ്യരില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, ഒരു പച്ച പുൽക്കൊടി പോലും ഒരിറ്റു വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മറുപടി നഅം, അതെ എന്നായിരുന്നു. എങ്കിൽ ഹാജറ ബിവിയുടെ മറുപടി എന്താ? എങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും, ഏതൊരു പ്രയാസത്തിലും, ഏതൊരു നൊമ്പരത്തിലും, ഏതൊരു വേദനയിലും, ഏതൊരു നിരാശയിലും ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ലെങ്കിലും, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന ആ ഒരു ഉറച്ച പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സ്വന്തം ഭാര്യയെ മാത്രമല്ല, മകനെയും ആ ഒരു ചര്യയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. അച്ചടക്കമുള്ള, അനുസരണശീലമുള്ള, തൗഹീദുള്ള, ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു മകനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മോനെ വളർത്തി. നല്ല സഹോദരങ്ങളെ, അതിന്റെ ഏറ്റവും വലിയ അടയാളല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ കുഞ്ഞുമോനെ, അള്ളാന്റെ കൽപ്പന ഉണ്ട്, നിന്നെ അറുക്കണം എന്നാണ്, എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ ആ മോന്റെ മറുപടി എന്താ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ കൽപ്പന അതാണെങ്കിൽ താങ്കൾ അത് ചെയ്തു കൊള്ളുക, അതിൽ യാതൊരുവിധ മാനസികമായ വിഷമവും അനുഭവിക്കേണ്ടതില്ല.
ഇല്ല, സത്യചുദിനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്നാണ് ആ 12 വയസ്സുകാരനായ പൊന്നുമോൻ ഉപ്പയോട് പറയുന്നത്. എന്നിട്ട് ആ മോൻ പറയുന്നുണ്ട്, ഉപ്പ എന്നെ ചിരിച്ചു കിടത്തുമ്പോ ശരിക്കും കിടക്കണം കേട്ടോ. ആ കത്തി കൊണ്ട് എന്റെ കഴുത്തിൽ വെക്കുമ്പോ നല്ല മൂർച്ച ഉണ്ടാകണം കേട്ടോ. എന്റെ മുഖത്തേക്ക് നോക്കണ്ടട്ടോ ഉപ്പ. എന്നെ അറുത്ത് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റി കഴിഞ്ഞാൽ എന്റെ ഉപ്പ വസ്ത്രങ്ങൾ മാറ്റണട്ടോ. ആ ശരീരത്തിൽ ചോര കാണും. അത് ഉമ്മ കണ്ടാൽ അത് ഉമ്മാക്ക് പ്രയാസാകും. എന്നെ കാണാതിരുന്നാൽ ഉമ്മാക്ക് പ്രയാസാകും. അതുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് വേണട്ടോ ഉമ്മാന്റെ അടുത്ത് പോവാൻ. ആരായി പറയണത്? 12 വയസ്സുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എങ്ങനെയാ പറയാൻ കഴിഞ്ഞത്? അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ആദർശം എന്താണോ ആ ആദർശം ആ മക്കൾക്ക്, കുടുംബത്തിന് പകർന്നു കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനിക തലമുറയുടെ ജീവിത സാഹചര്യം വളരെ മോശകരമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആധുനിക കാലഘട്ടം, സ്വവർഗരതിയെ നിയമം കൊണ്ട് സംരക്ഷിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടം, മിശ്രവിവാഹം നിയമപരമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, സ്വയംഭോഗം പരസ്യമായി ആചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ഭ്രൂണഹത്യയെ നിയമമായി ന്യായീകരിക്കണമെന്ന് ആക്രോശിക്കുന്ന ഒരു കാലഘട്ടം, സോഷ്യൽ ഡ്രിങ്ക്സ് എന്ന പേരിൽ മദ്യ പാർട്ടികൾ പരസ്യമായി സംഘടിപ്പിക്കുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ അടുത്ത ദിവസമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ 19കാരിയായ ഒരു യുവതി തന്റെ കുഞ്ഞിനെ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇന്ന് രാവിലെ വരെ ആ കുട്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഹോസ്പിറ്റലിലെ നഴ്സുമാർ സോഷ്യൽ മീഡിയ മുമ്പിൽ കാണിക്കുന്നുണ്ട്. എന്ത് സുന്ദരമായ, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയാൻ കഴിയുന്നത്? ആലോചിക്കേണ്ടതല്ലേ, ചിന്തിക്കേണ്ടതല്ലേ? ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മദ്യവും ലഹരിയും മദിരാശിയും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അല്ല, ചിന്തകളിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ആ മദ്യത്തിലേക്ക്, ലഹരിയിലേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ദൂരവ്യാപകമായ പ്രയാസത്തെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് എത്ര കൃത്യതയോടുകൂടിയാണ് ലോകത്തിന്റെ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരാശി ഓർമ്മപ്പെടുത്തിയത്. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ മൻ ശരിബഹാ വഖഅല ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി. നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് പ്രദേശത്ത് ഒരു ഉമ്മ തന്റെ 20കാരനായ മകനെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയത് പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളവരാ നമ്മൾ. പോലീസുകാര് വന്നു, അന്വേഷണം നടത്തി. ആ ഉമ്മയോട് ഒരു വനിതാ കോൺസ്റ്റബിൾ ചോദിച്ചു, അല്ല ഉമ്മ, ഇത്രയും നിഷ്കളങ്കായ ഈമാനോടെ ജീവിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് സ്വന്തം രക്തത്തിൽ ജനിച്ച 10 മാസം മുമ്പ് പ്രസവിച്ച മോനെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ നൽകുന്ന മറുപടി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരാൻ അധിക സമയമൊന്നും വേണ്ട എന്ന തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ആ ഉമ്മാന്റെ മറുപടി എന്താ? പ്രിയപ്പെട്ട സാറേ, ഈ മരിച്ചു കിടക്കുന്ന 20കാരനായ എന്റെ മകനെ ഈ ഗർഭാശയ ഭിത്തിയിലാണ് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഞാൻ അവരെ ചുമന്നത്, മുൻപ് പ്രസവിച്ചത്. ആ മകന്റെ ബീജത്തിൽ നിന്നുമുള്ളൊരു കുഞ്ഞിനെ കൂടി ഈ ഗർഭാശയത്തിൽ ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയതെന്ന്. പ്രിയപ്പെട്ടവരെ, അത്രയും ഖേദകരമായ ഒരവസ്ഥയിലേക്ക് പ്രവാചകൻ പറയുകയാണ്. മൻശരിബഹ, ആരെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ വഖഅല ഉമ്മിഹി, അവൻ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുമെന്നാണ് പ്രവാചകന്റെ വാക്കാണ്. സത്യമാകുന്നില്ല പ്രിയപ്പെട്ടവരെ, സത്യമാകുന്നില്ലേ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ? അതുകൊണ്ട് അത്തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട യാതൊന്നിലേക്കും നമ്മുടെ ജീവിതം കടന്നു പോകാൻ പാടില്ല എന്ന തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഈ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഏറ്റവും അനർഘ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ എന്ന നിലക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് കടമകളും ബാധ്യതകളും നിർവഹിക്കാനുണ്ട്, ബന്ധങ്ങളെ ദൃഢമാക്കാനുണ്ട്.
ഏതൊക്കെ രൂപത്തിലുള്ള ബന്ധങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. ഈ ലോകത്ത് എനിക്ക് നിങ്ങൾക്കും കടമയും കടപ്പാട് നിർവഹിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. ആ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉപ്പയുടെ വിയർപ്പിന്റെ ദുർഗന്ധമാണ് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പയെ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഉപ്പ മരിച്ചു കിടക്കുന്ന രംഗം കണ്ടിട്ടുണ്ടോ? മോനെ, പ്രിയപ്പെട്ട മക്കളെ, ആ ഉപ്പാന്റെ കാലിന്റെ അടിയിൽ പോയി ഒന്ന് നോക്ക്. അതിൽ തഴമ്പ് കാണാം. ചിലപ്പോ ആ തഴമ്പുകൾ പൊട്ടിയിട്ട് നീര് വലിക്കുന്നത് കാണാം. എന്താ മോനെ കാരണം? നിന്റെ സന്തോഷത്തിന് വേണ്ടി, നിന്റെ ആഹ്ലാദത്തിന് വേണ്ടി, നിന്റെ നന്മയുള്ള ഗുണമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓടിയ ഓട്ടത്തിന്റെ തഴമ്പാണ് മോനെ ആ ഉപ്പാന്റെ കാലിന്റെ അടിയിൽ. ആ ഉപ്പാന്റെ വിയർപ്പുണ്ടല്ലോ, ആ വിയർപ്പിന്റെ ദുർഗന്ധം നിനക്ക് പലപ്പോഴും പ്രയാസമാകുന്നുണ്ട്. എന്തോ ഉപ്പ വല്ലാതെ ദുർഗന്ധമുണ്ടല്ലോ, വല്ലാത്ത നാറ്റുണ്ടല്ലോ എന്ന് പറയാറില്ലേ? ആ ഉപ്പാന്റെ നാറ്റാടാ മോനെ നീയും ഞാനും അനുഭവിക്കുന്ന സന്തോഷം, നീയും ഞാനും അനുഭവിക്കുന്ന സുഖം, നീയും ഞാനും ധരിച്ചിരിക്കുന്ന വസ്ത്രം, രുചികരമായ ഭക്ഷണം, അതൊക്കെ ആ വാപ്പാന്റെ വിയർപ്പ. അത് തിരിച്ചറിയാൻ പറ്റണ്ട സഹോദരങ്ങളെ, തിരിച്ചറിയാൻ പറ്റണം. ഈ അടുത്ത ദിവസം പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കാൻ ഒരു വാപ്പ മോനെയും കൊണ്ട് ഒരു ടെക്സ്റ്റൈൽസിൽ കയറി. വാപ്പാന്റെ കയ്യിൽ ചെറിയ പൈസയുള്ളത്, പണിക്ക് പോകാൻ കഴിയില്ല. രാവിലെ മുതൽ ഉച്ച വരെ പോയിട്ട് കിട്ടുന്ന ചെറിയ പൈസയാണ് വാപ്പാന്റെ കയ്യിലുള്ളത്. മോൻ പറയുന്ന ഡ്രസ്സാണെങ്കിൽ വില കൂടിയ ഡ്രസ്സാണ്. വല്ലാത്ത പ്രയാസം. എല്ലാവരും അവരെ നോക്കുകയാണ്. കട ഉടമക്ക് ദേഷ്യായി, കടന്റെ ഉടമക്ക് ദേഷ്യായി. അയാൾ വന്ന് ചൂടാകാൻ തുടങ്ങി. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോന്ന് പറഞ്ഞു. അപ്പൊ ആ പൊന്നു മോന് വളരെ ശാന്തമായിട്ട് ആ കടന്റെ ഉടമയോട് പറയാണ്, രണ്ട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട്, എൻ്റെ കൈ വികലാംഗനാണ്, കയ്യിന് നീളല്ല, അതുകൊണ്ട് കുറച്ച് നീളുള്ള കുപ്പായം കെട്ടിയാലേ ആളുകൾ എൻ്റെ വൈകല്യം കാണാതിരിക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ വാപ്പാന്റെ നെഞ്ചിന്റെ പടപ്പ് എത്രത്തോളം ഉണ്ടാവും സഹോദരങ്ങൾ? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ വാപ്പ എത്രയും കാലം നമ്മളെ പോറ്റിയതിന്റെ കണക്ക്? സഹോദരങ്ങൾ ആലോചിച്ചൊക്കെ, ഇതാണ് ഓരോ വാപ്പയുടെയും ജീവിതം എന്ന് പറയുന്നത്. ചുട്ടുകൊള്ളുന്ന മണലാരണത്തിൽ പോയി എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നാട്ടിലേക്ക് പൈസ അയക്കുമ്പോ ആ പൈസക്ക് സുഗന്ധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, ആ വാപ്പാന്റെ കണ്ണീരാണ് അത്, വാപ്പാന്റെ വിയർപ്പാണ് മോനെ അത്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണ്ടേ? ഈ അടുത്ത സമയത്തല്ല സഹോദരങ്ങളെ, ഒരു പ്രവാസിയായ സഹോദരൻ ഒരു അനുഭവം പറയാൻ നാട്ടിലേക്ക് ലീവ് ചോദിച്ചു. ലീവ് ചോദിച്ചപ്പോൾ അദ്ദേഹം, അതിന്റെ ഓണർ പറഞ്ഞു ബാത്റൂം കഴുകാൻ, ടോയ്ലറ്റ് കഴുകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാൾ പോയി നോക്കിയിട്ട് പറഞ്ഞു ശരിയായിട്ടില്ല. ആ ടോയ്ലറ്റ് കഴുകുമ്പോ ആ ടോയ്ലറ്റിലേക്ക് ഈ പാവപ്പെട്ട പ്രവാസിയുടെ തല താഴ്ത്തിയിട്ട് നാവ് കൊണ്ട് വൃത്തിയാക്കി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാസിയുടെ ജീവിതാനുഭവമാണ്. എത്ര ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് മക്കളായ ഞാനും നിങ്ങളും സന്തോഷിക്കുന്നത്, ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. ആ വാപ്പാനെ എങ്ങനെയാ നമുക്ക് വിസ്മരിക്കാൻ കഴിയുക? ആ വാപ്പാനെ എങ്ങനെയാ വേദനിപ്പിക്കാൻ കഴിയുക? ആ വാപ്പാനെ എങ്ങനെയാ സങ്കടപ്പെടുത്താൻ കഴിയുക? ആ വാപ്പാന്റെ കണ്ണിൽ നിന്ന് മക്കളായ നമ്മൾ കാരണം ഒരിച്ച് കണ്ണീർ തുള്ളി പുറത്തേക്ക് വന്നാൽ, പ്രിയപ്പെട്ട സഹോദരാ, മക്കളെ, റബ്ബിനോട് കണക്ക് പറയണം. ആരോടും പറയണ്ട. ലോകത്തിന്റെ സിട്ടാവ് കാണുന്നുണ്ട്. അതിന് റബ്ബ് മരണത്തിന് മുമ്പ് കണക്ക് ചോദിക്കാതെ, എനിക്ക് നിങ്ങൾക്കും മരണമില്ലട്ടോ. നമ്മുടെ ഉമ്മാനെ കണ്ടിട്ടില്ലേ? എളിമയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാലിത്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണമെന്ന അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ഉമ്മാന്റെ കൈ നോക്കിയിട്ടുണ്ട് മക്കളെ. നമ്മൾ വീട്ടിൽ കയറി വരുമ്പോ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ കത്തി കൊണ്ട് പച്ചക്കറികൾ, കായ്കറികൾ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ കയ്യിൽ മുറിയായിട്ടുണ്ട്. ആ മുറി മറച്ചു വെച്ച് ഒരു തുണിശീല കൊണ്ട് കെട്ടി, എന്റെ മക്കള് വരുമ്പോ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മയെ നമ്മൾ കണ്ടിട്ടില്ല സഹോദരങ്ങളെ? ആ ഉമ്മയുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ആ ഉമ്മയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഖഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ആ മാതാപിതാക്കളോട്
സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, വിനയത്തിന്റെ, നന്മയുടെ, കാരുണ്യത്തിന്റെ ചിറകുകൾ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. പോരാ, അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, ആത്മാർത്ഥമായി എന്റെ റബ്ബേ, എന്റെ മാതാപിതാക്കൾ എന്റെ നന്മക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ആ വാപ്പാക്കും ഉമ്മാക്കും നീ കാരുണ്യം ചൊരിയണേ എന്ന് മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റണം. ആ വാപ്പ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴാണ് അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുക. വാപ്പല്ലാത്തൊരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്, ഉമ്മല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വിചാരിക്കും പലപ്പോഴും നല്ല സുഖാണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ അത്താണി, അവരാണ് നമ്മുടെ തണൽ. ആ തണൽ മരങ്ങളെ കരയിപ്പിക്കരുത്, ആ തണൽ മരങ്ങളെ വേദനിപ്പിക്കരുത്, മാനസികമായ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മാതാപിതാക്കളുടെ ബന്ധത്തിന്റെ കൂടെ തന്നെ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ചേർത്ത് നിർത്തിയാൽ ഉപജീവനത്തിൽ, ആയുസ്സിൽ വർധനമുണ്ടാകുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ പാതിയായ സ്നേഹനിധിയായ ഭാര്യയോട് നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഖുർആൻ പറഞ്ഞത് വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, തീർച്ചയായും നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറണമെന്നും, നിങ്ങൾ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ ഭാര്യയോട് ഏറ്റവും നല്ല പെരുമാറ്റം നടത്തുന്നവനാണ് എന്നുകൂടി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിന്റെ തൃപ്തി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതൊരു ഭാര്യയാണോ തന്റെ ഇണയുടെ, ഭർത്താവിന്റെ തൃപ്തിയോടുകൂടി മരണപ്പെടുന്നത്, തീർച്ചയായും അവൾ സ്വർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കളോട് നമുക്ക് ബാധ്യതയുണ്ട്. ഏറ്റവും നല്ല രക്ഷിതാവ് ആരാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നല്ല സംസ്കാര സമ്പന്നരായ ഒരു ജീവിതം മക്കൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിന്റെ ഏറ്റവും നല്ല ഗുണമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് ഒരു അസറ്റാണ്, ഒരു ഗുണമാണ്, നന്മയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം. വഇദാ ബുശ്ശിറ അഹദഹുൽ ഉൻത, ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ മുഖം കറുക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ഒരുപാട് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നന്മയിലും തഖ്വയിലും നിങ്ങൾ ഒരുമിച്ച് കൊണ്ട് നിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നന്മ ചെയ്യുമ്പോ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ മതവും ജാതിയും ഒന്നും പരിഗണിക്കേണ്ട, മനുഷ്യരായി കാണണമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന അയൽവാസികളോട് നമുക്ക് ബാധ്യതയുണ്ട്. അയൽവാസികളെ പരിഗണിക്കാത്ത, അയൽവാസികളെ ആദരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനായ ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മരണം നിങ്ങളിലേക്ക് വരും. ഏതൊരു മരണത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഓടുന്നത്, അത് നിങ്ങളുടെ പിന്നിൽ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക. നമുക്ക് മില്ലത അബീക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നും പകർന്നു കിട്ടിയ യഥാർത്ഥ നിലപാടുകൾ, യഥാർത്ഥ ആദർശം, ആചാര അനുഷ്ഠാന രീതികൾ നമ്മൾ പിൻപറ്റുക. അതിന്റെ കൂടെ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ, ദഅവത്ത് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ നാം സ്വീകരിക്കേണ്ട ഒരുപാട് മാനദണ്ഡമുണ്ട്. അത് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഒരു വഴിയിലൂടെ നമ്മൾ വന്നു, വേറൊരു വഴിയിലൂടെ പോകണം. കുടുംബങ്ങളെ ചേർത്ത് നിർത്തണം, എല്ലാവരെയും സന്ദർശിക്കണം, എല്ലാവരോടും നന്മയിൽ കുതിർന്ന വാക്കുകളും ജീവിത രീതിയും പിൻപറ്റണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്തെങ്കിലും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അയ്യാമത്ത് ശരീക്കിന്റെ അസർ വരെ നമുക്ക് തക്ബീറുകൾ ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള എല്ലാവിധ നന്മകളും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആക്രമണങ്ങളും അകറ്റി നിർത്തലുകളും
പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ റബ്ബേ. അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നീ ഇളവ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ ആസന്നമായ സഹായം വിട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യ നദികളായ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർ ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ആളുകളുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പ്രദാനം ചെയ്യണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. മഅഫിറത്ത് ഇട്ടുകൊടുക്കണേ റബ്ബേ. ഏറ്റവും സുന്ദരമായ ഒരു ആയുസ്സിൽ പുതുന്ന ഒരു ജീവിതം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം സ്വാലിഹായ മക്കളായി ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകൾ കാരണവും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും ആശങ്കകളും നീ ദൂരീകരിക്കണേ റബ്ബേ. അവരുടെ കടബാധ്യതകൾ വീടാൻ നിന്റെ ഔദാര്യത്തിൽ നിന്നും നീ സഹായം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.